അപ്പോൾ എല്ലാവരും കാത്തിരുന്നാൽ നമ്മുടെ ആറാട്ടുപുഴ പൂരായിട്ട് കേട്ടോ. ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഭാഗമായിട്ട് തേവർ പുഴ കടന്ന് വരുന്ന ചടങ്ങാണ് ഇപ്പോൾ ഈ കാണുന്നത്. പുഴ കടന്ന് വന്നിട്ട് ഇനി ആറാട്ടുപുഴയ്ക്ക് തേവർ ആനപ്പുറത്തായിരിക്കട്ടെ ഇനി പോവാം. ഇവിടുന്ന് പോണാട്ടിൽ പിന്നെ കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ആനപ്പുറത്ത് പോവാം. ഈ കാണുന്ന ജനങ്ങളൊക്കെ തേവരൊപ്പം ആറാട്ടുപുഴ വരെ പൂട്ടാം. അങ്ങനെ നേരെ ആറാട്ടുപുഴയ്ക്ക് എത്തി. പിന്നെ പോണ വഴിക്ക് അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. നേരെ അങ്ങ് ആറാട്ടുപുഴ എത്തി. ആറാട്ടുപുഴ എത്തിയപ്പോൾ നല്ല തിരക്കും അടിപൊളി പൂരം നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഒരു വിധത്തിനെ തിക്കും തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി വീഡിയോസ് എടുക്കണല്ലോ. അങ്ങനെ കയറിയപ്പോൾ പിള്ളേർ മോളിക്ക് കയറി എന്നിട്ട് കുറേ കെട്ടി വന്ന് താഴെക്കുന്നുണ്ട്. അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ഈ പൂരത്തിൻ്റെ മെയിൻ ഒരു സംഭവമാണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവം. ഇതിൻ്റെ അടിയിൽ കൂടെ പോവാൻ തന്നെ നമുക്ക് ചൂടെടുത്താൽ ഒരു വിധവും. പിന്നെ ഈ തിരക്കും. അപ്പോൾ ഈ തിക്കും തിരക്കിൻ്റെ ഉള്ളിൽ അത് പിടിച്ച് നിൽക്കണം ചേട്ടന്മാരെ സമ്മതിക്കണം. അങ്ങനെ വീണ്ടും കുറച്ചും കൂടി ഉള്ളിലേക്കാണ്ട് കയറിയിട്ടാണ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, നല്ല തിക്കും തിരക്കായി ആകുന്നു. ഈ നിൽക്കണ ഈ ചേട്ടനെ എന്തായാലും എല്ലാവരും കണ്ടു കാണാൻ ചാൻസ് ഉണ്ട്. കാരണം മിക്ക എല്ലാ പൂരം പറയുമ്പോൾ ഈ ചേട്ടൻ ഒറ്റയ്ക്ക് എന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടാവും. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞോട് പൂരം കഴിഞ്ഞ് വെടിക്കെട്ടായിട്ടാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് വെടിക്കെട്ടൊക്കെ കണ്ട് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ്. അമ്പലത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ചുറ്റും ആനകളെ കെട്ടിയിട്ടുണ്ടാവും. സൈഡിലായിട്ട് ഈ അടുത്ത പൂരത്തിനുള്ള കൊട്ടുകാർ സെറ്റാവുണ്ടാവും കേട്ടോ. അപ്പോൾ അവരൊക്കെ കുറച്ച് നേരം കണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കഥന പൊട്ടി തുടങ്ങിയിട്ടാണ്. അപ്പോഴാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ തേവർ വന്നിട്ട് കേട്ടോ. ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ അവിടേക്ക് തേവർ വരണ കാണാൻ ഒരു പ്രത്യേകത ഭംഗിയാണ്. കുറേ ആനകളായിട്ട് ഇങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ വരില്ല, രാജാക്കന്മാരൊക്കെ വരില്ല, അതേപോലെ ഒരു വരവുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്ന് പിന്നെ താഴേക്ക് ഇറങ്ങി. താഴെ കുറേ പൂരങ്ങളുണ്ടാവും, കുറേ ആനകളും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന്. പിന്നെ എവിടെ നോക്കിയാലും ഫുൾ ആനകളാണ്. അപ്പോൾ കുറേ നേരം പൂരം കണ്ട് നിന്ന് നേരം പോയത് അറിഞ്ഞില്ല. നേരം വെളുത്ത് തുടങ്ങി, ഇന്ന് ഉറങ്ങിയിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നേരം വെളുത്തിട്ടാണ്. പിന്നെ കുറച്ച് നേരം കൂടി അവിടെ നടന്ന് നേരെ വീട്ടിലേക്ക് വയ്യാണ്ട് യാക്ക് ക്ഷീണമായി. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ശരി എന്നാൽ ബൈ.